പൗലോ കൊയ്ലോയുടെ ആൽക്കെമിസ്റ്റ് എന്നൊരു നോവലുണ്ട്. ആ നോവലിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളൊരു കാര്യം നടക്കണമെന്ന് അതിയായി ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രപഞ്ചം പോലും അതിനു വേണ്ടി നമ്മുടെ കൂടെ വരുമെന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പ്രതികൂലമായ സാഹചര്യങ്ങളായിരുന്നു മുഴുവനും. വീട്ടിലെ സാമ്പത്തികപരമായിട്ടും ബാക്കിയെല്ലാം വളരെ ലോ ലെവലിലായിരുന്നു. ആ ഒരു പ്രതികൂല സാഹചര്യത്തെ അനുകൂലമാക്കിക്കൊണ്ടാണ് ഞാൻ ഈ അടുത്ത് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടിയത്. ഈ മാസം ഫസ്റ്റ് ആയിരുന്നു ഓപ്പൺ ഡിഫൻസ് എല്ലാം. അപ്പോൾ അത് വളരെ ഭംഗിയായി പൂർത്തിയാക്കി. അങ്ങനെ മിസ്റ്റർ രാജേഷ് എന്നുള്ളത് ഡോക്ടർ രാജേഷായി മാറുകയാണ് ചെയ്തത്. ഈ ഒരു അക്കാദമിക് ജേർണിയിൽ എന്തിനും സപ്പോർട്ടായിട്ട് എൻ്റെ കൂടെ അമ്മയും ഉണ്ടായിരുന്നു. അത്രയ്ക്ക് കഷ്ടപ്പെട്ടിട്ടുണ്ട് അവനെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇതിനെല്ലാവരും കളിയാക്കും ഞാൻ പണിക്ക് പോകുമ്പോൾ. അത്രയ്ക്കും ബുദ്ധിമുട്ടിയിട്ടുണ്ട്. എന്നും രാവിലെ ആയിട്ട് പണിക്ക് പോകുമ്പോൾ ആൾക്ക് അവളിതേ ഓടുന്നു കവറും കൊണ്ട്. സംസാരം കുറവാണ് അമ്മയും മക്കളെ. ഇവരെനിക്കുമ്പോൾ ഞാൻ ഇവിടെ ഉണ്ടാവില്ല. കിണർ പണിക്ക് വെച്ചിട്ട് ഞാൻ 5 മണിക്ക് വിടുന്ന കിണർ പണിക്ക് പോയിട്ട് പിന്നെ ചിലപ്പോൾ 2 മണി 3 മണിയൊക്കെ ആകുമ്പോൾ തിരിച്ചു വരുമ്പോൾ സ്കൂളിൽ പോയിട്ടല്ലേ വരുള്ളൂ. വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ. അമ്മ ജോലി ചെയ്താണ് കുടുംബം പുലർത്തിയിരുന്നത്, അല്ലെങ്കിൽ എന്നെ ഇത്രയും പഠിപ്പിച്ചത് അമ്മയായിരുന്നു. ആ ഒരു സാഹചര്യത്തെ ഞാൻ അനുകൂലമാക്കിക്കൊണ്ട് എന്നേക്കാളുപരി എൻ്റെ അമ്മ ജയിക്കണം എന്നുള്ളൊരു വാശിയിലായിരുന്നു ഈ ഒരു മുന്നോട്ട് പോക്ക്. അതുകൊണ്ട് തന്നെയാണ് എനിക്കിവിടെ PhD വളരെ ഭംഗിയായിട്ട് പൂർത്തിയാക്കാനും ഇപ്പോൾ എൻ്റെ പേരിൽ, അതായത് മിസ്റ്റർ എന്ന് പറയുന്ന ആ പേരിന് മുന്നിൽ ഡോക്ടർ എന്ന് ചേർക്കാനും എനിക്ക് സാധിച്ചത്. വിഷമങ്ങൾ പറയുമ്പോൾ തന്നെ പറയാൻ പറ്റില്ല എനിക്ക്. അനുഭവങ്ങൾ കുറേ ഉണ്ട്. കുറേ അപരാധികളും ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ തരണം ചെയ്ത് അന്ന് പറയും ഞാൻ നല്ലൊരാളാവും അമ്മ എന്ന് പറയും. ഞാനിപ്പോൾ ഇങ്ങനെ കളിയാക്കും, നീ വലിയ ആളാവും പോലെ എന്നിട്ട് ഞാൻ കളിയാക്കാറുണ്ട്. പിന്നെ പറയാച്ചാൽ പറയാനൊക്കെ ഉണ്ട്. അതൊന്നും പറയാൻ പറ്റണില്ല. വിഷമം കൊണ്ടാണ്. വിഷമം ഉണ്ടായാലേറെ സന്തോഷമുണ്ട്. അത് ചിലപ്പോൾ ഞാൻ ദിവസം പണിക്ക് പോകും. അതിലൊരു ഓരി മാറ്റി വയ്ക്കും. ടൗൺ വരുമ്പോൾ അവനെ കൊടുക്കും. ഇത്ര വേണം തരുമ്പോൾ എടുത്ത് കൊടുക്കും. അപ്പോൾ എന്തെങ്കിലും പണയം വെച്ചിട്ടായാലും എന്തിട്ടും കഷ്ടപ്പെട്ടിട്ടായാലും പഠിപ്പിക്കണം. 4 ആളെ മുന്നിൽ നല്ലൊരാളാവണം എന്നൊരു വിചാരം ഉണ്ടായിരുന്നു. അപ്പോൾ അത് നിറവേറി. അത്രയ്ക്കും കഷ്ടപ്പെട്ടിട്ടുണ്ട് അവനെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇതിനെല്ലാവരും കളിയാക്കും ഞാൻ പണിക്ക് പോകുമ്പോൾ. അത്രയ്ക്കും ബുദ്ധിമുട്ടിയിട്ടുണ്ട്. എന്നും രാവിലെ ആയിട്ട് പണിക്ക് പോകുമ്പോൾ ആൾക്ക് അവളിതേ ഓടുന്നു കവറും കൊണ്ട്. ഇതാണ് വിചാരം. രാവിലെ പോയാൽ അമ്മ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അമ്മയ്ക്ക് കാണാൻ യോഗമില്ലാണ്ടായിപ്പോയി. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുമ്പോൾ ആൾക്കാർ എല്ലാവരും കളിയാക്കും. ഇത് അവളിതേ കവറും കൊണ്ട് ഓടുന്നു മക്കളെ പഠിപ്പിക്കാൻ. ഈ ഒരു അക്കാദമിക് ജേർണിയിൽ എന്നെ കൂടുതലും സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടായിരുന്നത് എൻ്റെ അധ്യാപകർ തന്നെയായിരുന്നു. അതിലെടുത്ത് പറയാൻ പറ്റുന്നൊരു പേരെന്ന് പറയുന്നത് ജോബി മാഷാണ്. +2 അധ്യാപകനായിരുന്നു. സാറ് നിരന്തരമായിട്ട് എപ്പോഴും വിളിച്ച് അഡ്വൈസ് തരുമായിരുന്നു, അല്ലെങ്കിൽ ഫുൾ സപ്പോർട്ടായിരുന്നു. അതിപ്പോൾ ഏത് തരത്തിലായാലും, ഇപ്പോൾ നമ്മൾ ഒരു സമയത്ത് വളരെ ലോ ആണ്, അല്ലെങ്കിൽ മൈൻഡ് ഡൗൺ ആയിരിക്കുന്ന സമയത്ത് പോലും വിളിച്ചാൽ പോലും സാറ് തരുന്ന അഡ്വൈസുകളുണ്ട്, അല്ലെങ്കിൽ സാറിനോട് ജസ്റ്റ് സംസാരിച്ചാൽ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും. അപ്പോൾ നേരത്തെ നിർത്തിവെച്ച ഭാഗത്തു നിന്ന് തന്നെ കൂടുതൽ എനർജിയോടുകൂടി കൂടുതൽ വർക്ക് ചെയ്യാനുള്ള ഒരു പോസിറ്റീവ് എനർജി പലപ്പോഴും സാറിൻ്റെ സംസാരത്തിൽ നിന്ന് കിട്ടാറുണ്ട്. അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്തും സ്നേഹിച്ചും ഒരുപാട് അധ്യാപകർ കൂടെ ഉണ്ടായിരുന്നു. സ്കൂൾ കാലഘട്ടം തുടങ്ങിയത് 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ നമ്മുടെ SNS LP സ്കൂളായിരുന്നു. അതിനുശേഷം 5th സ്റ്റാൻഡേർഡ് മുതൽ +2 വരെ പഠിച്ചത് നളന്ദ ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു. അപ്പോൾ സ്കൂൾ തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാനൊരു ബിലോ ആവറേജ് ആയിരുന്നു, അല്ലെങ്കിൽ ആവറേജിനേക്കാളും താഴെ ആയിരുന്നു. അപ്പോൾ ആ ലെവലിൽ നിന്ന് മുന്നോട്ട് പോകാനുള്ളൊരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് വീട്ടിലെ സാഹചര്യം തന്നെയാണ്. അതായത് അമ്മ കഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്നുണ്ട്, കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നുണ്ട്. ആ സമയത്ത് എനിക്ക് കൊടുക്കാവുന്ന ഒരു റിസൾട്ട് എന്ന് പറയുന്നത് നന്നായി പഠിക്കുക എന്നുള്ളതാണ്. ആ സമയത്ത് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ തോന്നൽ വന്നപ്പോഴാണ്
ഞാൻ പിന്നെ പഠിക്കാൻ ശ്രമിച്ചു തുടങ്ങിയത്. അപ്പോൾ ആ സമയത്ത് അവിടെ ഉണ്ടാകുന്ന ടീച്ചേഴ്സ് എല്ലാം നന്നായി സപ്പോർട്ട് ചെയ്യുന്നു. അതിൽ കൂടുതൽ സപ്പോർട്ട് കിട്ടിയത് എന്ന് പറയുന്നത് മിനി എന്ന് പറയുന്ന ടീച്ചറായിരുന്നു. 8th സ്റ്റാൻഡേർഡ് മുതലേ ടീച്ചർക്ക് ഭയങ്കര ഒരു പ്രത്യേക സ്നേഹമായിരുന്നു, അല്ലെങ്കിൽ വാത്സല്യമായിരുന്നു എന്നോട്. അപ്പോൾ അതിലെടുത്ത് പറയുന്ന ഒരു അനുഭവം എന്ന് പറയുന്നത് 10th സ്റ്റാൻഡേർഡിൽ നമ്മളെല്ലാ വർഷവും ടൂർ പോകുമായിരുന്നു. അപ്പോൾ ആ വർഷം ടൂർ പോകുന്ന സമയത്ത് കൊടുക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ടീച്ചറോട് പറഞ്ഞു, ടീച്ചറെ ഞാൻ ടൂറിന് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ടീച്ചർ പറയുകയാണ്, നീ ടൂറിന് വന്നേ പറ്റൂ എന്ന് പറഞ്ഞ് ടീച്ചറെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് തന്നെ ടൂർ കൊണ്ടുപോയി. അതിനുശേഷം പൈസ തിരിച്ചു കൊടുക്കാൻ നോക്കിയിട്ടും ടീച്ചർ വാങ്ങിച്ചിട്ടൊന്നുമില്ല. അത്രയ്ക്കും വലിയ കാര്യമായിരുന്നു തന്നെ. അപ്പോൾ അത് കഴിഞ്ഞ് 10th അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാർക്ക് വാങ്ങിയതുകൊണ്ട് തന്നെ അവിടെ തന്നെയാണ് ഹ്യൂമാനിറ്റീസിന് ജോയിൻ ചെയ്തത്. ആ ഒരു ഹ്യൂമാനിറ്റീസിന് ജോയിൻ ചെയ്തതോട് കൂടിയാണ് എൻ്റെ ഒരു വഴി, അല്ലെങ്കിൽ ഇതായിരിക്കണം എന്നുള്ളൊരു ഡിസിഷൻ വന്നത്, അല്ലെങ്കിൽ ഇതായിരിക്കും എന്നുള്ളൊരു കോൺസെപ്റ്റ് എൻ്റെ മൈൻഡിലോട്ട് വന്നത്. അതിന് പ്രചോദനം നേരത്തെ പറഞ്ഞാൽ ജോബി സാറായിരുന്നു, മാഷായിരുന്നു എല്ലാ കാര്യങ്ങൾക്കും മുന്നോട്ട് എങ്ങനെ പോകണമെന്നുള്ള രീതിയിലെല്ലാം കാര്യങ്ങൾ പറഞ്ഞു തന്നത്. അപ്പോൾ +2 സമയത്ത് അന്നത്തെ സ്കൂൾ ടോപ്പായിരുന്നു. അപ്പോൾ അന്ന് വീണ്ടും പഠിക്കാൻ പോകണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ വീട്ടിലങ്ങനെ വാശി പിടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ എന്തായാലും സ്കൂൾ ടോപ്പ് ആയതുകൊണ്ട് അമ്മയ്ക്ക് ആഗ്രഹം ഉണ്ടാകും, കാരണം മോൻ സ്കൂളിലെ ടോപ്പ് മാർക്കറായി. അപ്പോൾ എന്തായാലും അവനിനി എന്തായാലും പഠിപ്പിക്കണം എന്നുള്ളൊരു വാശി അമ്മയുടെ മനസ്സിൽ വന്നതുകൊണ്ട് അമ്മ പിന്നെ അതിനെ ഡിനൈ ചെയ്യാനൊന്നും നിന്നില്ല. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞപ്പോൾ നീ പോണ്ട, അല്ലെങ്കിൽ നീ പണിക്ക് പോടാന്നൊന്നും പറഞ്ഞില്ല. അങ്ങനെ നേരെ ക്രൈസ്റ്റിൽ ആപ്ലിക്കേഷൻ കൊടുത്തു. അപ്പോൾ സാറ് പറഞ്ഞിരുന്നു ക്രൈസ്റ്റിൽ തന്നെ പോകണമെന്ന് പറഞ്ഞിരുന്നു. ക്രൈസ്റ്റിൽ ആപ്ലിക്കേഷൻ കൊടുത്തു, അവിടെ തന്നെ കിട്ടി. 3 കൊല്ലം ക്രൈസ്റ്റിൽ കൊണ്ടുപോയപ്പോൾ അവിടെ അഡ്മിഷൻ കിട്ടി. അതൊരു വലിയ സന്തോഷമായി. അപ്പം എന്നെ കുറേ ആൾക്കാർ ചോദിച്ചു എങ്ങനെ കിട്ടി. ഞാൻ അവൻ്റെ മാർക്കുണ്ട്, നല്ല മാർക്കുണ്ട്, അത് കാരണം കിട്ടിയതാണെന്ന് പറഞ്ഞു. അങ്ങനെ മീറ്റിങ്ങിനൊന്നും ഞാൻ പോകാറില്ല, ചിലപ്പോൾ ഒഴിവ് കിട്ടാറില്ല. ഒരു ദിവസം ഇതുപോലെ തന്നെ ലാസ്റ്റ് പരീക്ഷ ഇത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു അമ്മ എന്തായാലും വരണം എന്ന് പറഞ്ഞു. അപ്പോൾ വീണ് കൈയൊടിഞ്ഞിട്ട് ക്ലാസ്സിൽ ഇട്ടിരിക്കുകയാണ്. അങ്ങനെ ഡോക്ടറെ കണ്ടിട്ട് അങ്ങനെ മീറ്റിങ്ങിന് പോയപ്പോൾ എല്ലാവരും കുട്ടികളെല്ലാവരും വന്നു. ഇവനാണെങ്കിൽ എല്ലാവരും ടീച്ചേഴ്സിന് മുന്നിലേക്ക് എല്ലാവരും എത്തി എന്നെ കൊണ്ടുപോയി. അവരൊക്കെ നമുക്ക് തന്നെ ഒരു വിഷമമാണ്. വലിയ ആൾക്കാർ മുന്നിൽ നമ്മൾ ചെല്ലുമ്പോൾ നമുക്കൊരു ചമ്മലിച്ച്, നമ്മുടെ അത്രയ്ക്കും അവരൊക്കെ വലിയ സെറ്റപ്പിലുള്ള മക്കളാണ്. അച്ഛനമ്മമാരായി നല്ല സെറ്റപ്പുള്ള, നമ്മൾ പാവപ്പെട്ടൊരു. അങ്ങനെ അവിടെ ചെന്ന് അപ്പം അമ്മ ഇരിക്കുന്ന പറഞ്ഞു. ഞാൻ ഇരിക്കില്ല, പൂ എന്നെ പിടിച്ചവിടെ ഇരുത്തും, ഇരിക്കുക അമ്മ അവരെ മുന്നിൽ ഇരിക്കുക എന്നറിയാം. അപ്പം ഞാൻ അവിടെ നമുക്ക് ഇരിപ്പ് കിട്ടില്ല, എന്നാലും ഇങ്ങനെ ഒരു ഇതത്തിൽ ഞാൻ ഇരുന്ന് അവിടുത്തെ ഫാദർ അച്ഛൻ വിളിച്ച് ഇങ്ങനെ ഓരോ വർത്താനങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പം അമ്മ എന്ത് പണിക്ക് പോകണം? ഞാൻ പറഞ്ഞു ഞാൻ എല്ലാ പണിക്കും പോകും, കൂടുതൽ കരിങ്കല്ല് പണിക്ക് പോവുക. കരിങ്കല്ല് പണി കഴിയുമ്പോൾ പിന്നെ കിണർ പണിക്ക് പോവും. ഞാനിങ്ങനെ കിണർ പണിക്ക് പോകണ്ട, പോകണ്ടെന്ന് പറഞ്ഞു. ഗേറ്റിലൊക്കെ ഇറങ്ങും. ഞാൻ ഇറങ്ങി പണി അച്ഛന്ന് പറഞ്ഞു. അപ്പം ആൾ വേണ്ട എന്നെ കെട്ടിപ്പിടിച്ചു. അപ്പോൾ നമുക്കതൊരു വലിയൊരു സന്തോഷമാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ പ്ലാസ്റ്റൊക്കെ വെട്ടി പിന്നെ ഡിഗ്രി എല്ലാം കഴിഞ്ഞ് ഇവിടെ വീട്ടിൽ നിന്ന് അപ്പോൾ ഡ്രൈവിങ് പഠിക്കാമെന്ന് പറഞ്ഞ് അതും പഠിപ്പിച്ചു. 5000 രൂപ കെട്ടിയിട്ട് അതും പഠിപ്പിച്ചു. അത് അതിൻ്റെ ലൈസൻസ് എല്ലാം കഴിഞ്ഞു. അവിടെ ചെല്ലുമ്പോൾ തന്നെ ഞാനായിരുന്നു അവിടുത്തെ, അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ നമ്മളേറ്റവും ലോവസ്റ്റ് ലെവൽ എന്നൊരു ഫീൽ എനിക്കുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് വീണ്ടും നമ്മുടെ സിറ്റുവേഷൻസ് തന്നെ നമുക്കൊരു പ്രചോദനമായിരുന്നു, അല്ലെങ്കിൽ മുന്നോട്ട് പഠിക്കണം, അല്ലെങ്കിൽ നല്ല മാർക്ക് വാങ്ങി പാസ്സാവണം എന്നുള്ളൊരു മോട്ടിവേഷൻ ഉണ്ടായിരുന്നു. എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞിരുന്നു. പണിക്ക് പോകുമ്പോൾ എല്ലാവരും കരിങ്കല്ല് പണിക്ക് പോകുമ്പോൾ അവർ പറയും മോനവിടെ. അപ്പോൾ ഇവൻ്റെ ഒപ്പം ഞാൻ 7:30 ബസ്സിന് പോകും, 5:30 ബസ്സിന് തിരിച്ചു വരും. ആ ബസ്സിലെ ഡ്രൈവർ കണ്ടക്ടർ എല്ലാവരും പറയും ക്രൈസ്റ്റിൽ പഠിക്കാൻ നല്ല ഇതാണ്. അപ്പോൾ എങ്ങനെ കിട്ടിയെന്നൊക്കെ ഒരു ചോദിക്കുമ്പോൾ ഞാൻ അത് മാർക്കിൻ്റെ ഇതിലൊക്കെ കിട്ടി, നല്ലോണം +2 നല്ലോണം മാർക്ക് ഉണ്ടായിരുന്നു, അങ്ങനെ അത് കിട്ടിയിട്ട് പോയതാന്ന് പറയും. നിങ്ങൾ എന്തോരം കൊടുത്തു? ഞങ്ങൾ 1700 രൂപ അവിടെ ഫീസ് കെട്ടി, ഞങ്ങൾ PTA ഫണ്ട് ആയതുകൊണ്ട് വേറെ ഒന്നും കൊടുത്തില്ല എന്നാണ്. അപ്പോൾ പോവാറുണ്ട്. ഞാൻ പോവാറൊന്നുമില്ല, എനിക്ക് പോകാൻ നേരം കിട്ടാറില്ല. ഞായറാഴ്ച ഒരു സാധനം ഒഴിവ്, ചിലപ്പോൾ അതും ഒഴിവ് കിട്ടാറില്ല. അങ്ങനെ പോകും ഞാൻ. 3 കൊല്ലം ഇത്തിരി ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. കരിങ്കല്ല് പണി ഉള്ള സമയം പിന്നെ കിണർ പണിക്കും പോവും. അങ്ങനെ പോയിട്ട് നിലയ്ക്കൊക്കെ ഒരു ഇതൊക്കെ ആയി കിട്ടി. ഡിഗ്രി കഴിഞ്ഞ സമയത്ത് ഇനിയിപ്പോൾ എന്തെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാമിന് കോച്ചിങ്ങിന് പോകണോ, അല്ലെങ്കിൽ ജോലിക്ക് പോകണോ, അല്ലെങ്കിൽ PG എടുക്കണോ എന്നുള്ളൊരു കോൺഫ്ലിക്റ്റ് വന്ന സമയത്ത് ഇതുപോലെ തന്നെ ജോബി സാർ അങ്ങനെ പറഞ്ഞു. ജോബി സാറിന് എന്തായാലും വീട്ടിലെ സിറ്റുവേഷനെല്ലാം അറിയാം. അപ്പോൾ സാറ് പറഞ്ഞിരുന്നത് ഇപ്പോൾ നിനക്ക് വേണമെങ്കിൽ ജോലിക്ക് പോകാം, പക്ഷേ അത് നിനക്ക് ഒരു ലോങ് ടേമിൽ നിനക്കൊരു ഹാപ്പിനെസ്സോ അല്ലെങ്കിൽ ഒരു സ്റ്റേബിൾ ഇൻകോ തന്നൊന്നും വരില്ല. അതുകൊണ്ട് തന്നെ നിനക്ക് പഠിക്കുകയാണെങ്കിൽ നീ മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലതെന്ന് ജോബി സാറ് പൂർണ്ണ സപ്പോർട്ട് ഉണ്ടായിരുന്നു. കൂടെ അമ്മയുടെയും ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ 1-2 നല്ല സ്ഥാപനങ്ങൾ നോക്കി MAക്ക് ആപ്ലിക്കേഷൻ അയച്ചു. അപ്പോൾ അതിൽ
കിട്ടിയത് കാര്യവട്ടം ക്യാമ്പസാണ് തിരുവനന്തപുരത്ത്. അങ്ങനെ അവിടെ 2 ഇയർ MA കോഴ്സിന് 2012 ഞാൻ പോയി. തിരുവനന്തപുരത്തേക്ക് വന്നപ്പോൾ എനിക്ക് ആകെ ഒരു വിഷമം വെച്ചാൽ എന്ത് ചെയ്യും, എങ്ങനെ പഠിപ്പിക്കണം എന്നുള്ളൊരു ഇത് വയനാട്ടിൽ വെച്ച് കാണാം. അങ്ങനെ ഇവൻ അങ്ങോട്ട് പോയി. പുറത്ത് പോയി പഠിക്കാൻ പറ്റും എന്നുള്ളൊരു സാഹചര്യം ആയിരുന്നില്ല, അല്ലെങ്കിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാലും വരുന്നത് വഴിയിൽ വെച്ച് കാണാം എന്നുള്ളൊരു നിശ്ചയദാർഢ്യത്തിലാണ് മുന്നോട്ട് പോയത്. അങ്ങനെ അവിടെ പോയി വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നെങ്കിലും പറ്റാവുന്ന രീതിയിൽ മാക്സിമം നല്ല മാർക്ക് വാങ്ങി തന്നെ അവിടെ നിന്ന് പാസ് ഔട്ടായി. അപ്പോൾ അതിക്ക് മുന്നേ മനസ്സിൽ വന്നുള്ളൊരു ആഗ്രഹമായിരുന്നു CDSൽ പഠിക്കണം എന്നുള്ളത്, സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് തിരുവനന്തപുരം. അപ്പോൾ ലോകത്ത് തന്നെ അത്യാവശ്യം പേര് കേട്ടൊരു ഗവേഷണ സ്ഥാപനമാണ്. അപ്പോൾ അതിൽ പഠിക്കുക എന്നുള്ളത് നമുക്കൊരു പ്രിവിലേജും കൂടിയാണ്. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞ സമയത്ത് ഞാൻ MAക്ക് എൻട്രൻസ് ചെയ്തിരുന്നത് അന്ന് കിട്ടിയില്ല. PG കഴിഞ്ഞ സമയത്ത് 2014 ഞാൻ എൻട്രൻസ് എഴുതി. അന്ന് എൻട്രൻസ് ക്ലിയർ ചെയ്തെങ്കിലും അഡ്മിഷൻ കിട്ടിയില്ലായിരുന്നു. അങ്ങനെ ആ വർഷം ഞാൻ അവിടുത്തെ ഒരു ചെമ്പഴന്തി SM കോളേജിൽ അധ്യാപകനായിട്ട് ഗസ്റ്റ് ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്തു. അതൊരു വല്ലാത്തൊരു അനുഭവമായിരുന്നു. ഒരു ടീച്ചിങ് അല്ലെങ്കിൽ ഒരു ടീച്ചർ എങ്ങനെ ആവണം, എങ്ങനെ ആവാതിരിക്കണം, അല്ലെങ്കിൽ എങ്ങനെ ആയിരിക്കണം ഒരു ടീച്ചർ എന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ പറ്റി. പിന്നെ നമ്മൾക്ക് മനസ്സിൽ എന്ത് വിഷമമുണ്ടെങ്കിലും കുട്ടികളുടെ മുന്നിലെത്തുമ്പോൾ ആ ഒരു വിഷമമെല്ലാം പോയി ഞാൻ അവരിൽ ഒരാളായി മാറുന്നൊരു പ്രക്രിയ എനിക്ക് അവിടെ നന്നായി ഫീൽ ചെയ്യാൻ പറ്റി. അപ്പോൾ ആ ഒരു വർഷം കഴിഞ്ഞ് ആ ഒരു ടീച്ചിങ് ലൈഫ് കഴിഞ്ഞ് പിറ്റത്തെ വർഷം വീണ്ടും ഞാൻ CDSൽ ആപ്ലിക്കേഷൻ അയച്ചു. ആ വർഷം കുറച്ചുകൂടെ പ്രിപ്പയർ ചെയ്തതുകൊണ്ട് എനിക്ക് എൻട്രൻസ് എല്ലാം ഈസി ആയിരുന്നു. പെട്ടെന്ന് ക്രാക്ക് ചെയ്യാം, മീൻസ് പെട്ടെന്ന് പാസ്സാകുമെന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഇൻ്റർവ്യൂവും അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റി. അങ്ങനെ ഫൈനൽ റാങ്ക് ലിസ്റ്റിൽ 12 പേരിൽ ഒരാൾ ഞാനായിരുന്നു. അങ്ങനെ അവിടെ അഡ്മിഷൻ കിട്ടി. അതൊരു ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്തൊരു അനുഭവമായിരുന്നു. കാരണം നമ്മൾ 2 വട്ടം ട്രൈ ചെയ്തിട്ടും കിട്ടാതെ പോയ ഒരു സാധനം 3ാമത്തെ അറ്റംപ്റ്റിൽ കൈ കിട്ടുമ്പോൾ ഒരു സന്തോഷം, അത് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. എന്നേക്കാൾ ഉപരി കൂടുതൽ സന്തോഷിച്ചത് ജോബി മാഷായിരുന്നു. കാരണം മാഷിന് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു ഞാനവിടെ പഠിക്കണമെന്നുള്ളത്. അങ്ങനെ 2015 ഞാൻ ഇൻ്റഗ്രേറ്റഡ് MPhil PhDക്ക് അവിടെ ജോയിൻ ചെയ്തു. 2 വർഷം MPhil കഴിഞ്ഞ് 3ാമത്തെ വർഷം അത് 2017 PhDക്ക് ജോയിൻ ചെയ്തു. ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. കാരണം കേരളത്തിൽ പഠിച്ചൊരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് CDSC പോകുമ്പോൾ ആ ഒരു കുട്ടി ഫേസ് ചെയ്യുന്ന ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് അക്കാദമിക്കലി. കാരണം രാജ്യത്തിൻ്റെ മറ്റ് പല നല്ല സ്ഥാപനങ്ങളിൽ പഠിച്ചു വരുന്ന സ്റ്റുഡൻസ് ആയിരിക്കും അവിടെ കൂടുതലുണ്ടായിരിക്കുക. അപ്പോൾ അവരെ കൂടെ കോമ്പീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഭയങ്കര ഒരു സ്ട്രഗിളാണ്. ഞാനത് നന്നായി തന്നെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താ പറയുക, നമ്മുടെ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ എനിക്കത് ഓവർകം ചെയ്തേ പറ്റൂ എന്നുള്ളൊരു വാശിയുടെ പുറത്ത് ഞാൻ തന്നെ സ്ട്രഗിൾ ചെയ്ത്, അല്ലെങ്കിൽ ഞാൻ തന്നെ പഠിച്ച്, അല്ലെങ്കിൽ അങ്ങനെയാണ് മുന്നോട്ട് എത്തിയത്. സോ അത്തരത്തിലിപ്പോൾ പെട്ടെന്ന് തന്നെ കഴിഞ്ഞ 2023 ഏപ്രിലാണ് PhD ഫിനിഷ് ചെയ്തത്. അപ്പോൾ അതിൽ MPhil സമയത്ത് ഗൈഡ് ചെയ്തിരുന്നത് സൂപ്പർവൈസർ വിനോദ് ജബ്രഹാം എന്ന സാറായിരുന്നു. സാറിന് നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ടായിരുന്നു. PhD സമയത്ത് വിനോദ് സാറും കൂടെ ബീന എന്ന് പറയുന്ന ടീച്ചർ ഉണ്ടായിരുന്നു. 2 പേരും കൂടിയായിരുന്നു സൂപ്പർവൈസ് ചെയ്തത്. അപ്പോൾ അവർ 2 പേരുടെയും കൂടെ ആ ഒരു സപ്പോർട്ടും ഹെൽപ്പും എല്ലാം ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ PhD ഫിനിഷ് ചെയ്യാൻ വേണ്ടി. ഒപ്പം തന്നെ ആ ഒരു CDSലൊരു ഗ്യാങ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നല്ല ഒരു ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ് ഉണ്ടായിരുന്നു. അവരെല്ലാം ഒത്തിരി മെൻ്റലി ആയാലും എല്ലാ തരത്തിലും ഈവൻ ഫിനാൻഷ്യലി പോലും സപ്പോർട്ട് ചെയ്തവരുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ PhD ഫിനിഷ് ചെയ്യാൻ പറ്റിയത്. ഡിഗ്രി കഴിഞ്ഞ സമയത്ത് 2012 PGക്ക് കാര്യവട്ടത്ത് അഡ്മിഷൻ കിട്ടുന്നത്. അപ്പോൾ അവിടെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കണം. അപ്പോൾ അത്രയും നാളും ഡിഗ്രി വരെ വീട്ടിൽ നിന്ന് പഠിച്ചിട്ട് പെട്ടെന്ന് ഹോസ്റ്റലിലോട്ട് പോകുന്നതാണ്. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര വിഷമമായിരുന്നു അവിടെ പോകണമെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ എൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് ഇനി നാട്ടിൽ പഠിക്കണ്ട, പുറത്തെവിടെയെങ്കിലും നല്ല സ്ഥലത്ത് പോയി പഠിച്ചാൽ മാത്രമേ എനിക്കൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകൂ എന്നുള്ളത് കൊണ്ട് എനിക്ക് പോകണമെന്നുള്ളൊരു വാശി ഉണ്ടായിരുന്നു. അന്ന് എനിക്ക് വെച്ചാൽ ഇത്രയും നാളും ഇവിടെ വീട്ടിലുണ്ടായിരുന്നു. ഇന്നത്തെ പേരല്ല, ആകെ ചെറ്റപ്പേരായിരുന്നു. പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ കൂട്ടുകാരന്മാരെല്ലാവരും കൂടി സാരില്ല അമ്മ പോട്ടെ, നല്ല നിലയിൽ എത്തട്ടെ, നല്ല നിലയിൽ പഠിക്കട്ടെ, ഇതിങ്ങനെ കടന്നാൽ പറ്റില്ലല്ലോ എന്നറിഞ്ഞു. അങ്ങനെ അത് പോയി. പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം ശനിയാഴ്ച വരും. അന്ന് തിങ്കളാഴ്ച കാലത്ത് പോകുമ്പോൾ അതുപോലെ തന്നെ മൗനമായിട്ട് ഇങ്ങനെ ഇരിക്കും. ഞാൻ കുറേ കുത്തിരുന്ന് കരയും. അന്നും പണിക്ക് പോയിരുന്നു.
എന്നുവെച്ചാൽ പീസിൻ്റെ ആവശ്യം വരുന്നില്ല. അതിൽ വരുമ്പോൾ 2000 3000 ഒക്കെ ഞാൻ ഇതൊക്കെ എടുത്ത് കൊടുക്കും. അങ്ങനെ ഈ നിലയ്ക്ക് ഇപ്പോൾ ഇവിടം വരെ ദൈവാനുഗ്രഹം കൊണ്ട് ഇവിടം വരെ ഒക്കെ എത്തി. ഇവിടുന്ന് പോകുമ്പോഴെല്ലാം അമ്മ ആദ്യ സമയത്തെല്ലാം റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കി തരും. അപ്പോൾ ഒന്നുകിൽ ഇവിടെ കല്ലേറ്റിങ്കര, അല്ലെങ്കിൽ കല്ലേറ്റിങ്കര ഇരിഞ്ഞാലക്കുട റെയിൽവേ സ്റ്റേഷൻ, അല്ലെങ്കിൽ തൃശ്ശൂർ, അവിടെ എല്ലാം കൊണ്ടാക്കി തന്നെ എന്നെ ട്രെയിൻ കയറ്റി വിടും. എന്നിട്ട് അമ്മ തിരിച്ചങ്ങ് പോരും. അത് കുറേ നാൾ റൂട്ടീൻ പോലെയായിരുന്നു. ഞായറാഴ്ച രാവിലെ ഒരു 10:30 ആകുമ്പോൾ ഇറങ്ങും, 12 മണി ട്രെയിൻ കയറും. അപ്പോൾ അമ്മ കൊണ്ടാക്കി തരും. പിന്നെ അതിനുശേഷം പിന്നെ ഞാൻ പറയും വരണ്ട, പിന്നെ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വരണ്ടേ. അപ്പോൾ എന്ന് പറയുന്നത് പോകുമ്പോഴെല്ലാം ഞാനിവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ മണിക്കൂറും വിളിച്ചുകൊണ്ടിരിക്കും, എവിടെ എത്തിയില്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ എത്താറാവുന്ന സമയം അറിയാം. ഇവിടുന്ന് ട്രെയിൻ കയറി ഒരു 6 മണിക്കൂർ ഏകദേശം എടുക്കും തിരുവനന്തപുരത്ത് എത്താൻ. അപ്പോൾ ആ സമയം വിളിക്കും അവിടെ എത്തി. അപ്പോൾ ട്രെയിൻ ലേറ്റ് ആണെങ്കിൽ തന്നെ പിന്നെ ടൈം എടുക്കും. അപ്പോൾ ബസ് എന്ന് പറയുന്നത് ഞാനിവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അമ്മയ്ക്ക് പേടിയാണ് ഞാനവിടെ എത്തുന്നവരെ. ഇപ്പോൾ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി അവിടെ ഹോസ്റ്റലിൽ ചെന്ന് കയറുന്നവരെ ആ ഒരു യാത്ര പേടിയായിരുന്നു അമ്മയ്ക്ക്. കാരണം എന്തെങ്കിലും പറ്റുമോ, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടില്ലാതെ അങ്ങോട്ട് എത്തിയോ എന്നുള്ളൊരു ഇതായിരുന്നു. അപ്പോൾ ആ സമയത്തൊന്നും അമ്മ ഒന്നും കഴിക്കില്ല. ഇപ്പോൾ രാവിലെ ഞാൻ ഇറങ്ങുമ്പോൾ എന്തെങ്കിലും ചോറ് കഴിച്ചാൽ തന്നെ ഞാൻ അവിടെ എത്തുമ്പോൾ എന്തായാലും ഒരു 7 മണിക്ക് കഴിയും. അപ്പോൾ അതുവരെ അമ്മ ഒന്നും ഫുഡ് കഴിക്കാതെ ഇങ്ങനെ ഇരിക്കും. അവിടെ എത്തിക്കഴിഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ ആൾ ഹാപ്പി ആയിരിക്കും. പിന്നെ ആൾ ഫുഡൊക്കെ കഴിച്ച് ആൾ കിടന്നുറങ്ങും. അപ്പോൾ അതുവരെ ഒന്നും കഴിക്കാതെ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കും. മോനെ അവിടെ എത്തിയോ, ഞാൻ അവിടെ എത്തി, അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ, ആ ഒരു ചിന്തയായിരിക്കും എപ്പോഴും. അപ്പോൾ എപ്പോഴും ഞാൻ പോകുമ്പോൾ പറയുന്നത് സൂക്ഷിച്ച് പോകണേ എന്നാണ്. അപ്പോൾ ഞാനെപ്പോഴും പറയും ഞാൻ സൂക്ഷിച്ച് തന്നെ പോകുന്നത്, ഇങ്ങനെ തമാശ ഇങ്ങനെ പറയും. ഇപ്പോൾ ഇന്ന് ഞാനിപ്പോൾ കൊച്ചിയിലോട്ട് പോകണം. അപ്പം ഇനി വൈകിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയാലും ഇത് തന്നെയാണ് അവസ്ഥ. കാരണം ഞാൻ കൊച്ചിയിലവിടെ ചെന്ന് കയറിയാൽ മാത്രമേ അമ്മയ്ക്ക് സമാധാനമാവുള്ളൂ. കാരണം ഇപ്പോഴും ഒരു കൊച്ചുകുട്ടി പോകുന്ന പോലെ തന്നെയാണ്. കാരണം 10 വർഷത്തോളമായിട്ട് പുറത്തായിരുന്നല്ലോ, ട്രിവാൻഡ്രത്തായിരുന്നു. അപ്പം അത്രയും കാലം പുറത്തോട്ട് പോയി ഒരു എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും പറയും പണ്ടത്തെ കാലമൊന്നല്ല, സൂക്ഷിച്ച് പോകണം. നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ പോലും ഓരോ വയ്യാവിലാണ് നമ്മൾ മേത്ത് വന്ന് കയറും, സൂക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. ഇന്ത്യയിലെ ഈ മാർജിനൈസ് സോഷ്യൽ ഗ്രൂപ്പ്സ്, മെയിനായിട്ട് പറയുന്നത് SC/ST, ഇവരെ കീഴിലുള്ള സംരംഭങ്ങളുടെ പ്രവർത്തനം അല്ലെങ്കിൽ ഒരു സ്വഭാവം എങ്ങനെയാണ് അതിനെ വിലയിരുത്തുക എന്നുള്ളതായിരുന്നു എൻ്റെ ഗവേഷണ വിഷയം. അപ്പോൾ അതിൽ എനിക്ക് ഗവേഷണത്തിന് മാർഗനിർദ്ദേശം തന്നത് പ്രൊഫസർ ബീന PL പ്രൊഫസർ വിനോദ് ജബ്രഹാം എന്ന് പറയുന്ന 2 സൂപ്പർവൈസേഴ്സായിരുന്നു. രണ്ടുപേരും പ്രൊഫസേഴ്സാണ്. അപ്പോൾ ഈ മെയിനായിട്ട് ഈ ഗവേഷണ വിഷയത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്ന കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത് ഈ SC/ST ആൾക്കാർക്കിടയിലുള്ള സംരംഭങ്ങളുടെ എണ്ണം കൂടുന്നുണ്ട്. ഇപ്പോൾ ഈ 1991 വന്ന ആ ഒരു പുത്തൻ സാമ്പത്തിക നയത്തിന് ശേഷമുള്ള ആ ഒരു പ്രോഗ്രാംസും പോളിസീസും എല്ലാം കൂടുതൽ ആൾക്കാരെ മുന്നോട്ട് കൊണ്ടുവരാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും അത് കൂടുതലൊരു പ്രോഫിറ്റ് മോട്ടീവ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ജസ്റ്റ് ഒരു ഇൻകം, അല്ലെങ്കിൽ അവർക്ക് ദൈനംദിന കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു വരുമാനം ലഭിക്കുക എന്ന രീതിയിലാണ് കൂടുതൽ പേരും അതിലോട്ട് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരാളിപ്പോൾ ഒരു ബേക്കറി, ഇപ്പോൾ ഒരു SC/ST അല്ലെങ്കിൽ അതിൽപ്പെട്ട ഒരാൾ ബേക്കറി തുടങ്ങുകയാണെങ്കിൽ അയാൾക്ക് ആ ബേക്കറി തുടങ്ങണമെങ്കിൽ കുറച്ച് മൂലധനം വേണം. പലപ്പോഴും ഈ മാർജിനൈസ്ഡ് സോഷ്യൽ ഗ്രൂപ്പ്സിലുള്ള ആൾക്കാരുടെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്കൊരു മൂലധനം നമ്മുടെ കയ്യിൽ പലപ്പോഴും ഉണ്ടായിരിക്കില്ല. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു ലോണിന് പോകുകയാണെങ്കിൽ പോലും പലപ്പോഴും ബാങ്ക് ഡിനേ ചെയ്യാറുണ്ട്. കാരണം ഇപ്പോൾ ഒരു വായ്പ എടുക്കണമെങ്കിൽ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു സെക്യൂരിറ്റി കൊടുക്കണം. ഇപ്പോൾ ഭൂമിയുടെ ആധാരമോ അല്ലെങ്കിൽ ഗോൾഡ് എന്തെങ്കിലും. അപ്പോൾ ഇതൊന്നും പലപ്പോഴും ഇവരുടെ കയ്യിൽ ഉണ്ടാവാറില്ല. അപ്പോൾ ആ മൂലധനം കണ്ടെത്താനുള്ള അവർ ആദ്യമേ തന്നെ ഒരു പലപ്പോഴും ബുദ്ധിമുട്ട് ഏർപ്പെടാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ അത് തുടങ്ങുമ്പോൾ കുറച്ച് ഈ പേപ്പർ വർക്കും കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പലപ്പോഴും ഇവർ ബോധവാന്മാരായിരിക്കില്ല. അപ്പോൾ അതിലുള്ള കുറച്ച് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ബാക്കേഴ്സ്, അല്ലെങ്കിൽ ബാക്കെന്ന് പറഞ്ഞ കുറച്ച് ആൾക്കാരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് പലപ്പോഴും പല കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഈ മെയിനായിട്ട് SC/ST ആൾക്കാരുടെ പ്രശ്നം എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഗ്രൂപ്പിലൊരു മെമ്പേഴ്സ് ആയിരിക്കില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ആ മെമ്പേഴ്സായ ആൾക്കാരോട് ഇടപെടുക്കാനുള്ള ഒരു സിറ്റുവേഷനൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇതിനെല്ലാം ക്രക്സ് എന്ന് പറയുന്ന ഒരു മൂലകാരണം പലപ്പോഴും ഈ കാസ്റ്റ്, അല്ലെങ്കിൽ അവരുൾപ്പെട്ടിരിക്കുന്ന ആ കാസ്റ്റ് എന്ന് പറയുന്നൊരു ഫാക്ടറായിരിക്കും. അപ്പോൾ ഇതുകൊണ്ടൊക്കെ പലപ്പോഴും അവർക്ക് നല്ല രീതിയിലൊരു പുതിയൊരു ബേക്കറിയോ അല്ലെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനോ പറ്റാറില്ല. പിന്നെ അതുപോലെ തന്നെ അതിൽ വന്നൊരു പ്രധാന സംഭവം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ തൊഴിലാളികൾ എടുക്കുമ്പോൾ പോലും ഇപ്പോൾ ഹയർ കാസ്റ്റ് ആൾക്കാർ തൊഴിലാളികളെ പ്രിഫർ ചെയ്യുമ്പോൾ പോലും, അല്ലെങ്കിൽ തൊഴിലിനെടുക്കുമ്പോൾ പോലും അവർ കാസ്റ്റ് നോക്കാറുണ്ട്. ഇപ്പോൾ എപ്പോഴും അവർ ഹയർ കാസ്റ്റിലുള്ളവർക്ക് തന്നെയായിരിക്കും പ്രിഫറൻസ് കൊടുക്കുക, അല്ലെങ്കിൽ അവർ തന്നെയായിരിക്കും തൊഴിലിനെടുക്കുക. പക്ഷേ ഈ ഒരു മാർജിനൈസ്ഡ് സോഷ്യൽ ഗ്രൂപ്പ്സിലുള്ള ആൾക്കാരിലോട്ട് വരുമ്പോൾ അവർ സ്വന്തം ആൾക്കാരെ തന്നെ
പലപ്പോഴും ജോലിക്ക് എടുക്കാറുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും ഒരു പരിധി വരെ ഒരു മറ്റ് കാസ്റ്റിലുള്ള ആൾക്കാരെ പ്രിഫറൻസ് കൊടുക്കും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നത് ഇപ്പോൾ ഈ സ്വന്തം ജാതിയിൽപ്പെട്ട അല്ലെങ്കിൽ കാസ്റ്റിൽപ്പെട്ട ആൾക്കാർക്ക് ചിലപ്പോൾ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേറ്റഡ് ആയിരിക്കില്ല. അപ്പോൾ ചില ജോലികൾ ചെയ്യാൻ, ഇപ്പോൾ ബേക്കറി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബിസിനസ് ആയ പോലും ചില ജോലികൾ ചെയ്യാൻ കുറച്ച് എക്സ്പീരിയൻസ്ഡ് അല്ലെങ്കിൽ എഡ്യൂക്കേറ്റഡ് ആയ ആൾക്കാരാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർ ചിലപ്പോൾ സ്വന്തം കാസ്റ്റിൽ ഇല്ല എന്ന് തോന്നുമ്പോൾ അവർ പലപ്പോഴും മറ്റ് കാസ്റ്റുകളെ ആശ്രയിക്കണം. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർ ഹയർ ചെയ്യാറുണ്ട്. ഇതൊക്കെയായിരുന്നു ആ ഒരു ഗവേഷണ വിഷയത്തിൽ ഉരുത്തിരിഞ്ഞ് വന്ന കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ മെയിനായിട്ട് എന്ന് പറയുന്നത് കാസ്റ്റ് റിലേറ്റഡ് ഫാക്ടേഴ്സ് തന്നെയാണ് ഇപ്പോഴും വർക്ക് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ പുറമേ നോക്കുമ്പോൾ കാസ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യം ഇല്ലെന്ന് നമുക്ക് തോന്നാം. പക്ഷേ നമ്മൾ കൂടുതൽ ഇൻഡെപ്ത് ലെവൽ സ്റ്റഡിയിലോട്ട് പോകുമ്പോൾ പലപ്പോഴും കാസ്റ്റ് ഒരു ഫാക്ടറാണ്. നന്ദന കുടുംബശ്രീയുടെ വക PhD കിട്ടിയ രാജേഷ് ചേട്ടനും അമ്മയ്ക്കും അഭിനന്ദനം. താങ്ക് യു. ഇതിപ്പോ രണ്ടാമത്തെ എങ്ങനത്തെ കിട്ടത്? ഇതിപ്പോ എവിടെ കിട്ടി ഫോട്ടോ? അതെ അതെ. ലൈഫിൽ നമ്മൾ എന്തായി തീരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ചിലപ്പോൾ നമ്മുടെ ഇഷ്ടങ്ങളായിരിക്കും. അതിപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു നല്ലൊരു ഡ്രോയർ ആവണമെന്നോ, അല്ലെങ്കിൽ ഒരു ഡാൻസ് കളിക്കുന്ന ആളാകണമെന്നോ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കുക്കാകണമെന്നോ, എന്തോ ആയിക്കോട്ടെ, അത് നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ ആ ഇഷ്ടത്തെ പരിപോഷിപ്പിച്ചുകൊണ്ട് അതിലൊരു പ്രൊഫഷൻ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ അതിലൊരു പ്രൊഫഷനാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്കതൊരു അൾട്ടിമേറ്റ് ഹാപ്പിനെസ് ആയിരിക്കും നമ്മുടെ ലൈഫിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ അതിലൂടെ തന്നെ നമ്മുടെ ലൈഫ് മുന്നോട്ട് പോവുക, ഒരു ജീവിതം മുന്നോട്ട് പോവുക, ഒരു ഇൻകം ജനറേറ്റ് ചെയ്യുക. അപ്പം അങ്ങനെ വരുമ്പോൾ ലൈക്ക് അതൊരു സക്സസ് ആണ് നമ്മുടെ. എന്നെ സംബന്ധിച്ച് എൻ്റെ മാഷ് ജോബി മാഷ് ഇത്തരത്തിൽ മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ ഇത്തരത്തിൽ നീ ഇത് പഠിക്കണം, അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് സാർ എപ്പോഴും ഇൻസ്ട്രക്റ്റ് ചെയ്യായിരുന്നു എന്നെ. അപ്പോൾ ആ ഒരു വിഷയത്തോടുള്ള ഇഷ്ടവും അല്ലെങ്കിൽ ഇന്നതായി തീരണമെന്നുള്ളൊരു ആഗ്രഹവും കൂടെ സാറിൻ്റെ ഈ സപ്പോർട്ടും എല്ലാം കൂടി ആയപ്പോഴാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഞാൻ ഈ ഒരു ലെവലിൽ എത്തി നിൽക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിഷ്ടം എന്താണോ ആ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ പഠിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഫാഷൻ ഡിസൈനർ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള കോഴ്സ് പ്രിഫർ ചെയ്യുക. അത് പ്രിഫർ ചെയ്യുമ്പോൾ നമ്മൾ ലോവസ്റ്റ് ലെവൽ നോക്കാതെ ഹയസ്റ്റ് ലെവലോട്ട് പ്രിഫർ ചെയ്യുക. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മൾ ആഗ്രഹിച്ച രീതിയിലോട്ട് എത്താൻ പറ്റുള്ളൂ. അല്ലാതെ ലൈക്ക് എനിക്ക് എങ്ങനെ ആകണം എന്നുള്ളൊരു ചെറിയൊരു ആഗ്രഹം കാര്യമില്ല. നമ്മൾ നേരത്തെ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ അതിയായി ആഗ്രഹിക്കണം, ആത്മാർത്ഥമായി ആഗ്രഹിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ എത്തിപ്പെടാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മുടെ അച്ഛനമ്മയും അല്ലെങ്കിൽ മാതാപിതാക്കൾ ഒരുപാട് ആഗ്രഹിക്കുന്നതാണ് നമ്മൾ നല്ല നിലയിൽ എത്തണം, അല്ലെങ്കിൽ സമൂഹത്തിൽ ഉയർന്ന നിലയിൽ എത്തണം എന്നൊക്കെ. അപ്പോൾ അതിനും കൂടെ നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതായത് ലൈക്ക് അവരുടെ ആഗ്രഹങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും കൂടെ ഒന്നിച്ചു പോകുന്ന ലെവലിലോട്ട് നമ്മൾ എത്തിക്കാൻ നമ്മൾ ശ്രമിക്കണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ലൈക്ക് നമുക്കെപ്പോഴും ഒരു സക്സസ്സിലോട്ട് എത്തിപ്പെടാൻ പറ്റുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ ഇവിടെ എൻ്റെ അമ്മ ആഗ്രഹിച്ചത് ഞാൻ നല്ലൊരു നിലയിലെത്തണം, അല്ലെങ്കിൽ നാലാൾ അറിയണം എന്നുള്ളൊരു വാശിയായിരുന്നു അമ്മയ്ക്ക്. അപ്പോൾ അത് എനിക്കൊരു പരിധി വരെ നിറവേറ്റാൻ സാധിച്ചിട്ടുണ്ട്. അതിനിയും കുറച്ചുകൂടി നിറവേറാനുണ്ട്. അത് ഉടനെ ഫുൾഫിൽ ആകും എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസത്തിലാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ എന്തായാലും ഒരു സക്സസ്സിലോട്ട് നമുക്ക് എത്താൻ പറ്റും. ഇപ്പോൾ എല്ലാവർക്കും PhD ചെയ്ത ഡോക്ടറേറ്റ് എടുക്കാൻ പറ്റുന്നതല്ല ഞാൻ പറയുന്നത്. പക്ഷേ അതിനേക്കാൾ ഉപരി ഒരുപാട് കാര്യങ്ങളുണ്ട്. ലൈക്ക് ഇപ്പോൾ ഈവൻ മാസ്റ്റേഴ്സ് തന്നെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് പല മേഖലയിലും എക്സ്പേർട്ട് ആകാൻ പറ്റും. എനിക്കൊരു ഉള്ളുവിളി വല്ല തോന്നി, ഞാൻ അങ്ങോട്ട് പഠിപ്പിച്ചു. ഒരു വാശി, എല്ലാവരും മുന്നിലൊന്ന് തല ഉയർത്തി ഒന്ന് നിൽക്കണം, നാണക്കേട് മാറിയിട്ടല്ല, എന്നാലും ഒരു സെറ്റപ്പ് ആവണം. ഒരു വീടും കുടുംബമല്ല ഞാൻ നോക്കണത്, അവൻ പഠിച്ച് 4 ആളെ അറിയുന്ന ഒരു വ്യക്തി ആവണം. അന്ന് അവൻ PhD ചേരുമ്പോൾ എന്നെ പറഞ്ഞു, അമ്മ അത് കഴിഞ്ഞിട്ട് ഇവിടെ റിസർച്ച് ചെയ്യാനായിട്ട് ജോയിൻ ചെയ്തപ്പോഴാണ് ഇവിടെ അമ്മ മരിച്ചത്. എന്നിട്ട് ഒരു പനി തൊണ്ടവേദനയൊക്കെ ആയിട്ട് ആശുപത്രിയിൽ ഒരു 8-9 ദിവസം ആശുപത്രി കിടന്നു. അത് വന്നിട്ട് അന്ന് വന്ന് പേരൊക്കെ വെട്ടി അന്ന് തന്നെ പോയി. പിന്നെ അത് കഴിഞ്ഞ് അതിൻ്റെ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ PhD ചേർന്നു. അപ്പോൾ ഇവിടെ വന്നിട്ട് പോകുമ്പോൾ പറഞ്ഞു, അമ്മ ഞാനൊരു ഡോക്ടർ രാജേഷ് എന്നൊരു ബോർഡ് ഇവിടെ വരുന്നറിഞ്ഞ് ഞാൻ അവനെ കളിയാക്കി.
കളിയാക്കിയപ്പോൾ പറഞ്ഞു അതൊക്കെ വരും അമ്മ എന്ന് പറഞ്ഞു. അതൊരു 5 കൊല്ലം അതങ്ങോട്ട് തുടർന്ന് അങ്ങോട്ട് പഠിച്ച്. എന്ന് ഞാൻ പറയും ഓരോരുത്തർ അവരെ കല്യാണം കഴിഞ്ഞ് ഇവരെ കല്യാണം കഴിഞ്ഞ് അവരാ ജോലിക്ക് വേണം ഇവർ ജോലിക്ക് വേണം പോവാൻ എന്നെ കളിയാക്കും. അപ്പം ഞാൻ കല്യാണം കഴിക്കണം നിങ്ങൾക്ക് എന്താ പ്രശ്നം? അപ്പം ഞാൻ പറയും അമ്മയ്ക്ക് പണിയുണ്ട്, അമ്മ പണിക്ക് പോകുന്നുണ്ട്, എൻ്റെ കാര്യത്തിൽ നോക്കണം, നീ പഠിച്ചോ, നീ പഠിച്ച് നല്ലൊരാളാവും, 4 ആൾക്കാരെ അറിയട്ടെ, ഇങ്ങനെ ഉഷയ്ക്കൊരു മക്കളുണ്ടെന്ന് അവരറിയട്ടെ. ഇവൻ്റെ സത്യത്തിൽ ഇവനെ ആരും അറിയില്ല. ഇവൻ ശനിയാഴ്ച വൈകിട്ട് വന്നാൽ തിങ്കളാഴ്ച കാലത്ത് പോകുന്നതേ അവൻ്റെ ബാഗ് തോളിട്ട് പോകണം. ഇവിടെ ആ തെക്കേറ്റം വടക്കേറ്റം തൊട്ട് ഇവിടെ വരെ അങ്ങനെ പറച്ചിലുള്ളൂ. എല്ലാവർക്കും അങ്ങനെ തന്നെ പറയാം. അവരാളോടും മിണ്ടില്ല. അവൻ വന്നതേ വന്ന് അവൻ്റെ കാര്യം നോക്കി അവൻ പോയി. ഞാൻ പറയാൻ പോക്കോട്ടെ, നിങ്ങൾക്ക് എന്താ പ്രശ്നം, നിങ്ങൾ ആരും ബുദ്ധിമുട്ടില്ല, ഞാൻ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് നിലയ്ക്കായി എന്നാണ് എനിക്ക് ഇനി പറയാനുള്ളത്. നമ്മൾ ശ്രമിക്കണം, അവരും കൂടുതൽ നല്ലോണം ഉത്സാഹിക്കണം. എന്നുവെച്ചാൽ അവർ തോന്നണം നമുക്ക് 4 ആളെ അറിയുന്നൊരു വ്യക്തിയായിരിക്കണം, 4 ആളെ അറിയണം നമ്മൾ ഇങ്ങനെ ഒരു വിദ്യാഭ്യാസം ഉണ്ടെന്നുള്ളതും കൂടി. നമുക്കിത് മാത്രം ആർക്കും ഒന്നും പങ്കുവെച്ച് കൊടുക്കാൻ പറ്റില്ല. 10 രൂപ വീട്ടിൽ നമുക്ക് 2 രൂപ 5 രൂപ നമ്മളിന്ന് മാറ്റിക്കണം നമുക്ക് നാളെ പിടിപ്പതിന് വേണ്ടിയിട്ട്. ഇത് ആർക്കും പങ്കുവെച്ച് കൊടുക്കാൻ നമുക്ക് പറ്റില്ല. എന്നാൽ ദൈവം തന്ന അനുഗ്രഹമാണ് നമുക്കിത്. അത് നമ്മളാണ് സൂക്ഷിക്കേണ്ടത്. അതാർക്കും പങ്കുവെച്ച് നമുക്ക് കുറേ പേർക്ക് പിള്ളേർക്ക് ട്യൂഷൻ കൊടുത്തിരുന്നു. അപ്പോൾ ഒരു ഫീസ് കൊടുക്കണം. അപ്പോൾ ഞാൻ പറയും മോൻ ഫീസ് മേടിക്കേണ്ട. അത് മാത്രം നമുക്ക് ആർക്കും പങ്കുവെച്ച് കൊടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ഈ 6 മാസക്കാലമായിട്ട് ഞാനിപ്പോൾ കൊച്ചിയിലുള്ള ഒരു സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി എന്ന് പറയുന്നൊരു ഗവേഷണ സ്ഥാപനമുണ്ട്. അപ്പോൾ അവിടെ ഒരു സീനിയർ റിസർച്ച് ഫെല്ലോ ആയിട്ട് ആണ് വർക്ക് ചെയ്യുന്നത്. PhD ചെയ്തിട്ടുള്ള ആ ഒരു വിഷയം മാർജിനൈസ് സോഷ്യൽ ഗ്രൂപ്പ്സ് ആൾക്കാർക്കിടയിലുള്ള ഈ സംരംഭങ്ങളുടെ പ്രവർത്തന സ്വഭാവം, ആ ഒരു വിഷയം ചെയ്ത് നമുക്ക് കുറേയധികം ലിമിറ്റേഷൻസ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ലിമിറ്റേഷൻസിനെ ഓവർകം ചെയ്തുകൊണ്ട് കുറച്ചുകൂടെ ഇൻഡെപ്ത് ലെവൽ സ്റ്റഡി അതിലൂടെ ഗവേഷണം മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊരു ആഗ്രഹമുണ്ട്. അതെന്തായാലും ഇപ്പോൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. അതിനിപ്പോൾ ഒരു പ്രപ്പോസലെല്ലാം എഴുതി തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ മുന്നോട്ട് പോയി ആ ഒരു ഗവേഷണ മേഖല അതിലോട്ട് ആക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. കൂടാതെ ടീച്ചിങ് കൂടെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഇതിനുള്ള ആഗ്രഹം എന്ന് പറയുന്നത്. ഈ ഫോട്ടോ കണ്ടിട്ടുണ്ടോ? അന്നെടുത്തത്. ഇത് മറ്റേ പ്രതിഭേട്ടൻ്റെ ഇതിലെടുത്തത്. ഇത് സജല്. ഇതാ ഫസ്റ്റ് ദിവസത്തെ ഫോട്ടോ, ആദ്യത്തെ. അവരെല്ലാവരും. പിന്നെ ഇത് ഒരു ന്യൂസ് വന്നതാ. ഈ പ്രവാസി അസോസിയേഷൻ്റെ ഒരു ഇതുണ്ട്, ഗ്രാമിക എന്ന് പറഞ്ഞിട്ട്, അതിൽ വന്ന ന്യൂസാണ്. ഇത് അന്നത്തെ സ്കൂളിൽ വെച്ച് നടന്നതും. ഇത് നമ്മുടെ ചേച്ചി ഓടി വന്നത്. ഞാൻ എല്ലാ പണിക്കും പോയിട്ടുണ്ട്. പാടത്ത് പണി, കൊയ്യാനും കെട്ടാനും, കരിങ്കല്ല് പണി, കിണർ പണി, തൊഴിലുറപ്പിന് പോയിട്ടുണ്ട്. പിന്നെ ഇവിടെ അഴിമാവിൽ അമ്പലത്തിലെ പണിക്ക് പോവും, കല്യാണ പണിക്ക് പോവും. എനിക്കിപ്പോൾ പണിക്ക് പോകും, പാചക പണിക്ക്, എല്ലാ പണിക്കും പോയിട്ടുണ്ട്. ഒരു പണിക്കും എന്ന് വെച്ചാൽ പിന്തിരിഞ്ഞ് പോരേണ്ട പണിയൊന്നുമില്ല. എടുക്കാൻ പറ്റാത്തതായാലും ശ്രമിച്ചു നോക്കും. എന്നിട്ട് ഇന്ന് അത് ജയിച്ചു പോരും ഞാൻ. ആരെ മുന്നിൽ മുട്ടുകുത്തരുതല്ലോ നമ്മൾ. ഇതാണ് എനിക്ക് വലിയ വാശി. ഇപ്പം എൻ്റെ വീട്ടിൽ അങ്ങനെ ഗ്യാസ് ഇല്ല, കുക്കറില്ല, മിക്സി ഇല്ല, TV ഇല്ല, അതൊന്നുമില്ല. അപ്പം അതാണ് ആൾക്കാർക്കുള്ള പരിഹാസം. ആൾക്കാർ പറഞ്ഞാൽ അവൾക്ക് എന്ത് നേടിയിട്ട് എന്താ കാര്യം, മോൻ എന്ത് കിട്ടിയിട്ട് എന്താ കാര്യം. വീടില്ല, TV ഇല്ല, ഫ്രിഡ്ജില്ല, മിക്സില്ല, കുക്കറില്ല, അതൊന്നുമില്ല. അവൾക്കൊരു 5-6 ചട്ടിയും കുട്ടിയും കാലുണ്ട്, അത് മാത്രമേ ഉള്ളൂ. അത് മതി. ഇതെല്ലാതും ഉണ്ടായിട്ട് മക്കൾ പഠിക്കാത്ത മക്കളുണ്ട്. ഇതെല്ലാ ഉപകരണങ്ങളും നമ്മുടെ വീട്ടിലുണ്ട്. അച്ഛനും അമ്മയും എല്ലാവരും പണിയെടുത്തിട്ട് പഠിക്കണം. മക്കൾ തലതിരിഞ്ഞ് പോകണില്ലേ? പഠിക്കുന്ന മക്കൾ എവിടെ ചെന്നാലും പഠിക്കും. ഇതെനിക്ക് പറയാൻ. ഇപ്പൊ കളിയാക്കി വേണം എന്നെ എല്ലാവരും. എനിക്കൊരു നാണക്കേട്, ഒരു മാനക്കേടോ ഒന്നുമില്ല. വരുന്നിടത്ത് വെച്ച് കാണാം, അത്ര തന്നെ ഉള്ളു.